ഇന്ത്യ മുന്നണി ഈ മറ്റേ ബക്കറ്റിൽ പിടിച്ചിട്ട ഞണ്ടിനെ പോലെയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകും. ഒരു കൂട്ടം ഞണ്ടുകളെ പിടിച്ചൊരു ബക്കറ്റിലിട്ട് ഇട്ട് നോക്കുക. ബക്കറ്റിലിട്ട് കഴിയുമ്പോൾ ഈ ഓരോ ഞണ്ടും ഇങ്ങനെ അള്ളിപ്പിടിച്ച് മുകളിലോട്ട് കയറാൻ നോക്കുക. അറിയാം, നമുക്ക് ഈ കഥ എല്ലാവർക്കും അറിയാം. അപ്പം മറ്റേ ഞണ്ട് അവനെ പിടിച്ച് താഴെയിടും. ഒരിക്കലും ഒരു ഞണ്ടും ഇതിൽ നിന്ന് പുറത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബക്കറ്റിൽ പിടിച്ചിട്ട ഞണ്ടുകളെ പോലെയാണ് ഡൽഹിയിലെ കോൺഗ്രസ്, ഡൽഹി PCC. അതിന്റെ തലപ്പത്തിരുന്ന ലൗലി രാജിവെച്ചു പോയി. അദ്ദേഹം വൈകാതെ BJP-യിൽ ചേരുമെന്നും ഇല്ലെന്നും കേൾക്കുന്നു. പിന്നെ ചില കോൺഗ്രസ് മുൻ MLA-മാര്, ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തെ കോൺഗ്രസ് MLA-മാര് പലരും രാജിവെച്ചു പാർട്ടി വിട്ടു പോവുകയാണ്. അവരെല്ലാം പോകുന്നത് BJP-യിലേക്കാണ്. അവർ പോകാനുള്ള കാരണം എന്താണ്? സിമ്പിൾ. AAP-യുമായിട്ട് സഖ്യമുണ്ടാക്കിയത്, അരവിന്ദ് കേജ്രിവാളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത്. അത് നമ്മുടെ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി വിടുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ലൗലി രാജിവെച്ച് പോയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം 2 MLA-മാർ രാജിവെച്ച് പോയി. നീരജ് ബസോയ പിന്നെ നസീബ് സിംഗ് എന്നീ 2 മുൻ MLA-മാർ കോൺഗ്രസിനെ രാജിവെച്ചിട്ട് അവർ BJP-യിലേക്ക് പോകുമായിരിക്കും. ഇന്ന് തൊട്ടു മുമ്പാണ്, ഒരാഴ്ച മുമ്പാണ് ഡൽഹി PCC ചീഫ്, കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അർവീന്ദർ സിംഗ് ലൗലി രാജിവെച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് AAP-യുമായിട്ടുള്ള സഖ്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ സഖ്യത്തിൽ ഒരു വലിയ നേട്ടമുണ്ടാക്കാവുന്ന ഘട്ടമാണ്. നരേന്ദ്രമോദിയും BJP എങ്ങനെ കോൺഗ്രസ് സഹായിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ ഈ ഞങ്ങൾ പറയാൻ വന്നത്. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളാണ്. അത് കഴിഞ്ഞ ലോക്സഭയിൽ 2019 ആ 7 സീറ്റും BJP തൂത്തുവാരിയതാണ്. നമ്മൾ മറന്നുപോകരുത്. ആ 7 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക്, പ്രതിപക്ഷ സഖ്യത്തിന് കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൻ്റെ ഇടയിലാണ് കോൺഗ്രസിലെ ഈ ചിലരുടെ കുത്തിത്തിരിപ്പ്. ഈ 7 സീറ്റിൽ 4 സീറ്റ് AAP എടുത്തിട്ട് 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ചാന്ദിനി ചൗക്കില് JP അഗർവാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി, പിന്നെ ഡൽഹി നോർത്ത് ഈസ്റ്റിലെ കനയ്യകുമാർ, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കനയ്യകുമാർ AISF-ലൂടെ വന്ന് CPI-യിൽ വന്ന് പ്രമുഖ നേതാവായി JNU സമരങ്ങൾ ആലോചിക്കാം. അദ്ദേഹം ഒരു നാഷണൽ ഒരു ഹീറോ യുവാക്കളിൽ ഒരാളായിട്ടാണ് വന്ന് കനയ്യകുമാർ. അവസാനം അദ്ദേഹത്തിന് CPI-യിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. ബീഹാർ സ്വദേശിയാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി. അങ്ങനെ കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം ഡൽഹി ഈസ്റ്റ് മണ്ഡലത്തിൽ കനയ്യകുമാർ മത്സരിക്കുന്നു, ചെറുപ്പക്കാരൻ യുവാവ്. അതേപോലെ ഡൽഹി നോർത്ത് വെസ്റ്റിൽ ഉദിത് രാജ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഈ ഉദിത് രാജിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല, ആക്കിയില്ല? ഇതാണ് പ്രശ്നം. പിന്നെ ഇവർ പറയുന്ന ഒരു വാചകമാണ്, എങ്ങനെ കോൺഗ്രസ് എപ്പോഴും BJP-യുടെ 2ാം ടീമാണ്, B ടീമാണ് കോൺഗ്രസ്സുകാരെന്നുള്ളതിൻ്റെ അടുത്ത തെളിവാണിത്. കേരളത്തിലെ പോലെ തന്നെ. അതായത് അവർ ചോദിക്കുന്നത്, നമ്മുടെ സ്വാഭാവിക ശത്രുമായിട്ട് നമുക്ക് എങ്ങനെ ചേരാൻ പറ്റും? ഹൗ കാൻ വി അലൈവ് വിത്ത് അവർ നാച്ചുറൽ എനിമി? കോൺഗ്രസിന്റെ നാച്ചുറൽ എനിമിയാണ് ആം ആദ്മി പാർട്ടി എന്നാണ് വിലയിരുത്തൽ. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഡൽഹിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഷീലാ ദീക്ഷിത് കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കിയതും ഇലക്ഷനിലൂടെ വലിയ അഴിമതി വിരുദ്ധ പ്രക്ഷോഭം നടത്തിയതുമൊക്കെ അണ്ണാ ഹസാരെയും കേജ്രിവാളും അടങ്ങുന്ന ഒരു വലിയ സംഘമാണ്. പിന്നെ അവർ പല വഴിക്ക് വേർപിരിഞ്ഞു പോയി. കേജ്രിവാൾ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി, രാഷ്ട്രീയ പ്രസ്ഥാനം ആം ആദ്മി പാർട്ടി. അവർ അധികാരത്തിൽ 2ാം തവണയും വന്നിരിക്കുന്നു ഡൽഹിയിൽ. അപ്പൊ കോൺഗ്രസിനെ പുറത്താക്കിയ ഇവർ സ്വാഭാവിക ശത്രുവാണ്, നമ്മുടെ നാച്ചുറൽ എനിമിയാണ്. എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയ വൈഖ്യാനം. നമ്മുടെ നാച്ചുറൽ ഫ്രണ്ട് BJP തന്നെയാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ AAP നമ്മുടെ ആജന്മ സ്വാഭാവിക നാച്ചുറൽ ശത്രുവാണെന്ന് പറയുന്ന ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കള്, അതിന്റെ മറുവശം അവർ സമ്മതിക്കുന്നത് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട് മോദിയാണ്, പിന്നെ BJP-യാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോവുക? ഡൽഹിയിലെ 7 സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ടതാണ്.
ഇനി അത് ഹൈക്കമാൻഡ് എന്ത് ചെയ്യുന്നത്? ഹൈക്കമാൻഡ് ഒരു ലോ കമാൻഡ്. ഖാർഗെയുടെ ഹൈക്കമാൻഡ് ഈസ് എ ലോ കമാൻഡ്. ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നതാണ്. ഇപ്പൊ റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പോലും ഈ 11-ാം മണിക്കൂറിൽ ഇനി ആകെ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ തീരുമാനിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവിടെ രാഹുൽ മത്സരിക്കുമോ ഇല്ലയോ, പ്രിയങ്ക മത്സരിക്കുമോ, അല്ലെങ്കിൽ ആരാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളെന്ന് 11-ാം മണിക്കൂറിലും പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു പാർട്ടി. BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരുടെ സ്ഥാനാർത്ഥികളെ. അപ്പൊ ഇത് ലോ കമാൻഡാണ്, അവർക്കൊന്നും ചെയ്യാനില്ല. ഇനി ഒരു കാര്യം പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുക. ചോദിക്കട്ടെ, നാച്ചുറൽ എനിമി എന്ന് പറഞ്ഞല്ലോ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ. കേരളത്തിൽ കോൺഗ്രസും പൊളിറ്റിക്കൽ നാച്ചുറൽ എനിമി ആരാണ്? CPM ആണ്, ഇടതുപക്ഷമാണ്. കോൺഗ്രസും CPM എന്ന് ചുരുക്കി പറയാം. പരസ്പരം മത്സരിക്കുന്നു, പോരടിക്കുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. അവിടെ പരസ്പരം പോരടിക്കുന്നു സംസ്ഥാനത്തെ അധികാരത്തിന് വേണ്ടി, നിലപാടുകൾക്ക് വേണ്ടി. പക്ഷെ ദേശീയ ശ്രദ്ധ, ദേശീയ പ്രാധാന്യം, ദേശീയ രാഷ്ട്രീയം, ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ പോരാടുക തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു പൊതു നിലപാട് എപ്പോഴും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്, ചരിത്രപരമായിട്ട് തന്നെ. അതുകൊണ്ടാണ് കേരളത്തിൽ പരസ്പരം മത്സരിച്ച് ഇപ്പം ഡൽഹിയിൽ പരസ്പരം മത്സരിക്കാതെ ഒരു മുന്നണിയിൽ നിൽക്കാൻ നോക്കുമ്പോൾ അതിനിട്ട് അള്ളുവെക്കുന്ന പാരവെക്കുന്ന കോൺഗ്രസ് നേതൃത്വം അവിടുത്തെ ഡൽഹിയിലെ. ഇവിടെ കേരളത്തിൽ പരസ്പരം മത്സരിച്ച് പോരടിച്ച് കോൺഗ്രസിനോട് UDF-നോട് പോരടിച്ച് ജയിച്ചു വന്ന LDF MP-മാര്, CPM MP-മാര്, അവരൊക്കെ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്തത്? UPA 1 and UPA 2. ആണവ കരാറിന്റെ വിഷയത്തിൽ UPA 2-ന്റെ പിന്തുണ LDF പിൻവലിക്കുന്നു, ഇടതുപക്ഷം ദേശീയ തലത്തിൽ. അതല്ലേ സത്യം? അപ്പൊ ജയിച്ചു വന്നിട്ട് ഇവിടെ പോരടിച്ച് ജയിച്ചു, കോൺഗ്രസിനോട് പോരടിച്ച് ജയിച്ചു വന്നിട്ടും ആ MP-മാര് പാർലമെന്റിൽ ആരുടെ കൂടെയാണ് നിന്നത്? പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കൂടെ, സോണിയാഗാന്ധി അധ്യക്ഷയായ കോൺഗ്രസിന്റെ കൂടെ. ഒരു കോമൺ മിനിമം പ്രോഗ്രാം CMP ഉണ്ടാക്കിയിട്ട് UPA 1 നന്നായിട്ട് ഭരിച്ചു. ജനങ്ങൾക്കൊരു മാതൃകയായി മാറിയ ഗവൺമെന്റ് ആയിരുന്നു UPA 1. ഈ ദേശീയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്നത് ഈ കോമൺ മിനിമം പ്രോഗ്രാമിലൂടെയാണ്. അതിനകത്ത് LDF-ന്റെ നയങ്ങൾ, ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ അതിൽ ചേർക്കപ്പെട്ടതുകൊണ്ടാണ് അത് നടപ്പായത്. അത് മൻമോഹൻ സിംഗിന്റെ 1-ാം ഗവൺമെന്റ്. രണ്ടാം ഗവൺമെന്റ് ഈ പറയുന്ന 2G വിഷയത്തിലും അഴിമതിയിലും മുങ്ങിക്കുളിച്ചപ്പോൾ അതിനെ എതിർക്കേണ്ടി വന്നു. പിന്നെ ആണവ കരാർ ഏകപക്ഷീയമായിട്ട് അമേരിക്കയായിട്ട് ഉണ്ടാക്കാൻ വന്നപ്പോൾ, ഒപ്പിടാൻ പോയപ്പോൾ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു. അത് ചരിത്രപരമായി എടുത്ത തീരുമാനം. അതിനെ തെറ്റും ശരിയും, അതുകൊണ്ട് ഇടതുപക്ഷം ക്ഷീണിച്ചില്ലേ പാർലമെന്റിൽ എന്നൊക്കെയുള്ളത് താൽക്കാലികമായ തിരിച്ചടികൾ അതിൻ്റെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ഇത് ഡൽഹിയിലെ കോൺഗ്രസ് ഇതെന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിൽ നിന്ന് പോയ MP-മാര് അല്ലെങ്കിൽ CPM-ന്റെ ഇടതുപക്ഷ MP-മാര് രാജ്യത്ത് ജയിച്ചു വന്നവര് UPA ഗവൺമെന്റിനെ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഈ ചരിത്രം UPA 1 and 2. ഇപ്പോ നാളെ ഇന്ത്യ മുന്നണിക്ക് അല്ലെ ആർക്കും ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഇന്ത്യ മുന്നണിയെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ സപ്പോസ് ക്ഷണിക്കേണ്ടി വരുന്നു രാഷ്ട്രപതിക്ക്. ഇവിടെ പോരടിച്ച് ജയിച്ച് വരുന്നവർ അവിടെ പിന്തുണ കൊടുക്കില്ലേ? അപ്പൊ ഡൽഹിയിലെ രാഷ്ട്രീയം നിങ്ങൾ എന്ത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് കാണിക്കുന്നത്? അവിടെ ഡൽഹിയിൽ ദേശീയ കാഴ്ചപ്പാട് വേണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. സങ്കുചിത പ്രാദേശിക വികാരങ്ങൾ വെച്ചിട്ടല്ല ഒരു അലയൻസിനിട്ട് അള്ളുവെക്കരുത്, പാരവെക്കരുത്. അത് പരിഗണിച്ചിട്ട് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത് എത്രയോ മോശമായ ഒരു പരിപാടിയാണെന്ന് മനസ്സിലാക്കി അതിൽ ഇടപെടാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. അവിടെയാണ് കോൺഗ്രസ് പെട്ടുപോയ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, തിരിച്ചടി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഈ പാർട്ടിക്ക് എന്താ സാധിക്കാത്തത്? അതിന് കഴിയേണ്ടേ? ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ. ഇനിയിപ്പം 5 ഘട്ട ഇലക്ഷൻ ബാക്കിയുണ്ട്. ഡൽഹിയിൽ മെയ് 25-നാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇനി 3 ആഴ്ച സമയമുണ്ട്. ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പ്രതിപക്ഷ ഐക്യം ഡൽഹിയിൽ ഊട്ടിയുറപ്പിക്കാൻ ആർക്കാണ് ഉത്തരവാദിത്തം വേണ്ടത്? ആപ്പിനാണോ? ആപ്പ് ഓൾറെഡി പിന്തുണ കൊടുത്തല്ലോ, സഖ്യം രൂപീകരിച്ചു. കോൺഗ്രസ് നേതൃത്വമാണ് ഇടപെട്ടിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഡൽഹിയിലെ. എന്ത് ചെയ്യുന്നു കോൺഗ്രസ് നേതൃത്വം? ഒന്നും ചെയ്യുന്നില്ല. വെറും നോക്കുകുത്തി ലോ കമാൻഡായിട്ട് അവിടെ ഖാർഗെ കമാൻഡ് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഒരു KC വേണുഗോപാൽ. എന്ത് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് ഈ ഒരു ക്രൈസിസിന്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം തലസ്ഥാനത്തെ ഡൽഹിയിലെ.